ഒരു ഭേൽപൂരി കഴിക്കാൻ തോന്നി. അപ്പോൾ പെട്ടെന്ന് ഒരു സവാളയും കുറച്ച് തക്കാളിയും കുക്കുംബറും ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ ഭേൽപൂരിക്ക് വേണ്ടിയുള്ള നമ്മുടെ മലര് അതെടുത്തു. പിന്നെ കുറച്ച് ഖട്ടാമിട്ട ഹൽദിറാമിൻ്റെ കുറച്ച് മിക്സ്ചർ എടുത്തിട്ടു. പിന്നെ കുറച്ച് സേവായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അപ്പോൾ സേവ് കുറച്ച് അതിലോട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ വെട്ടിവെച്ച വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ചാട്ട് മസാല അതിലോട്ട് ഇട്ടു. ചാട്ട് മസാലയുടെ കൂടെ തന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ടും കൂടെ മിക്സ് ചെയ്ത്, സോൾട്ടിന് പകരം കുറച്ച് ബ്ലാക്ക് സോൾട്ടാണ് ഇട്ടത്. പിന്നെ ഈ ചട്നി ഗ്രീൻ ചട്നി കൊറിയാണ്ടർ ആൻഡ് പുതിന ചട്നിയാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് വീട്ടിൽ. പ്ലസ് ഇത് ടാമറിൻഡ് ആൻഡ് ഡേറ്റ്സ് ചട്നിയാണ്. അതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അടിപൊളി ഭേൽപൂരി അറ്റ് ഹോം റെഡി ആയിട്ടുണ്ട്. നല്ല യമ്മി ആയിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എസ്പെഷ്യലി അത് എപ്പോഴും നല്ല ഡിലീഷ്യസ് ആൻഡ് നല്ല ക്ലീൻ ആയിരിക്കും. സോ അത് യമ്മി സ്നാക്കായിരുന്നു. ഈവനിങ് ഞങ്ങൾ വെളിയിൽ അത് കഴിച്ച് ചായയുടെ